ഖുർആൻ പറഞ്ഞു കേട്ടില്ലേ? വകഫലഹാ സക്കരിയ. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചെലവ് പരിപൂർണമായി ഏറ്റെടുത്തത് സക്കരിയ നബി അലൈഹിസ്സലാമാണ്. പള്ളിയുടെ ഒരു ഭാഗത്ത് വെളിയിലായിട്ട് നല്ല ഒരു ആരാധനയ്ക്ക് വേണ്ടി ഒരു മഠം സക്കരിയ നബി അലൈഹിസ്സലാം സ്ഥാപിച്ചു. അദ്ദേഹം ഇവിടെ ഇബാദത്തെടുത്തു, മെഹ്റാബ് കെട്ടിക്കൊടുത്തു, നിസ്കരിക്കാനുള്ളതാകുന്ന ഒരു സ്ഥലം. ഇവിടെ നിസ്കരിച്ചോണം, ഇബാദത്തൊക്കെ ഇവിടെ. ശരി, വളരെ സന്തോഷം. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഇവിടെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടി. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ. സക്കരിയ നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിയുടെ മകളാണല്ലോ എന്ന് മനസ്സിലാക്കി, തന്നിലാണല്ലോ അവളുടെ ചെലവ് എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവർ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുകയാണ്, ഭക്ഷണം നൽകാൻ വേണ്ടി ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്. ഏത് സമയത്തും രാവിലെയും വൈകുന്നേരവും സക്കരിയ നബി അലൈഹിസ്സലാം ഭക്ഷണവുമായി കയറി ചെല്ലുമ്പോഴൊക്കെ വജദ ഇൻദഹാ റിസ്ഖാ. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഭക്ഷണമുണ്ട്. മറിയം ബീവി ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് കയറി വരുന്നത്. അമ്മാനു വേണോ? ഇതെന്താ അവസ്ഥ? കുല്ലമാന്നാ പറഞ്ഞത്, കല്ലമാന്നല്ല. ചില സമയത്തൊന്നല്ല, കുല്ലമ. എപ്പ കയറി ചെന്നാലും, എപ്പ ഫുഡുമായിട്ട് ഫുഡ് ആണെന്ന് അദ്ദേഹത്തെ ഏൽപ്പിച്ചതാ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാനല്ലാതെ വേറൊരൊറ്റ വ്യക്തിയും ഇവിടെ വരാനും പാടില്ല, വേറെ ഫുഡ് കൊടുക്കാൻ. ശരി, ഓക്കെ, അങ്ങനെ സമ്മതിച്ചിട്ടാണ് അദ്ദേഹം ഈ പണിക്ക് ഏറ്റെടുത്തത്. ഫുഡുമായിട്ട് കയറി ചെല്ലുമ്പോഴൊക്കെ മറിയം ബീവി റളിയല്ലാഹു അൻഹ നല്ല ഫുഡ്, വിഭവസമൃദ്ധമായ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. ഇതെവിടുന്ന് കിട്ടി? എത്രത്തോളം മുഫസ്സിരീങ്ങൾ പറയുന്നു, അതിശക്തമായ ചൂടുള്ള കാലഘട്ടത്തിൽ മാത്രമുണ്ടാകുന്ന കായ്കനികൾ, ഫലങ്ങൾ നല്ല തണുപ്പുള്ള സീസണിൽ മറിയം ബീവിയുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്. ആര്? സക്കരിയ നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരിക്കലും എവിടെ ഉണ്ടാവൂല. നല്ല തണുപ്പിന്റെ സമയമാണ്, ചൂടുള്ള സമയത്ത് മാത്രം ഉണ്ടാകുന്ന സാധനം മാങ്ങ അപ്പോൾ കിട്ടുക, അവരുടെ കയ്യിൽ കിട്ടുന്നത്. നല്ല ചൂടുള്ളതാകുന്ന സമയത്ത് കയറി ചെല്ലുമ്പോഴോ തണുപ്പുള്ള സമയത്ത് മാത്രം ഉണ്ടാകുന്ന കായ്കനികളൊക്കെ മറിയം ബീവിയുടെ കയ്യിൽ. അപ്പൊ മനസ്സിലായി, ഇത് ഈ നാട്ടിൽ നിന്ന് കിട്ടിയതേ അല്ല. നാട്ടുകാരും കൊണ്ടേ കൊടുത്താണെങ്കിൽ അത് ഈ സമയത്തുള്ള ഫ്രൂട്ട്സ് ആകുന്ന കരുതാ. ഇത് ഈ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടേ ഇല്ല, വേറെ ആരും അവിടെ കയറി വരാനും പറ്റൂല, അങ്ങനത്തെ സ്ഥലമാണ്. എന്താണ് ഇത് സംഭവം? സക്കരിയ നബി അലൈഹിസ്സലാം ഇതിങ്ങനെ സ്ഥിരമായി കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു. 1-2 വട്ടമൊക്കെ ആയപ്പോൾ ആരാണ്ട് കൊടുത്താന്നൊക്കെ മനസ്സിലാക്കിയത്. പക്ഷെ ഇത് സ്ഥിരമായിട്ട് ഇത് കാണാൻ തുടങ്ങിയപ്പോ അല്ലാഹ്, ഇത് വേറെ ഇവിടെ നിന്ന് വന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം ചോദിക്കാൻ തയ്യാറായി. قال يا مريم أنى لك هذا. മറിയമേ, നിനക്ക് എവിടുന്നാണ് ഈ ഫലവർഗ്ഗങ്ങൾ കിട്ടുന്നത്? ഒരാൾ പോലും കടന്നു വരാത്ത ഈ റൂമിലേക്ക് നിനക്ക് എവിടുന്നാണ് ഈ ഫലവർഗ്ഗങ്ങൾ കിട്ടിയത്? قالت هو من عند الله. മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇതെനിക്ക് അല്ലാഹു നൽകിയതാ. ഇത് പടച്ച റബ്ബിന്റെ സൗദത്തിൽ നിന്ന് അവൻ നൽകിയതായ കായ്കനികളാ, സ്വർഗ്ഗത്തിൻ്റെതാകുന്ന കായ്കനികളാണ്. പഠിച്ചു വെക്കണേ മുക്കുന്നത്തുള്ള സഹോദരിമാരെ, പഠിച്ചു വെക്കുന്ന പാഠമാണ് ചെറുപ്പക്കാരാ. യുവത്വത്തിലേക്ക് കാലൂന്നിയതാകുന്ന സഹോദരിയാകുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ, ബൈത്തുൽ മഖ്ദസിന്റെ പരിസരത്തുള്ള റൂമിൽ വെച്ചുകൊണ്ട് തന്നെ സുന്ദരമായ ആഹാര പാനീയങ്ങൾ നൽകുകയാണ്. ദുനിയാവിലെ അല്ല, ആഖിറത്തിലെ സ്വർഗ്ഗത്തിലേതാകുന്ന ഫലവർഗ്ഗങ്ങൾ ഭൂമിയിലിരുന്നു കൊണ്ട് കഴിച്ചതാകുന്ന മഹിതയാണ് ബീവി മറിയം റളിയല്ലാഹു അൻഹാ. മറിയം ബീവി റളിയല്ലാഹു
റളിയല്ലാഹു അൻഹാ സാധാരണ പെണ്ണായി മറിയം ബീവിയെ കാണരുതേ. മറിയം ബീവി ഞെട്ടിത്തെറിച്ചിരിക്കുന്ന അമ്മാവനോട് പറയുകയാ, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചവർക്ക് വേണ്ടുന്ന വിധത്തിൽ കൊടുക്കുന്നവനാ. കണക്കില്ലാതെ പടച്ച റബ്ബ് നൽകുമേ. അല്ലാഹു എന്നെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. റൂമിലിരുന്നു കൊണ്ട് ബൈത്തുൽ മഖ്ദിസിന്റെ പരിസരത്തുള്ള റൂമിലിരുന്നു കൊണ്ട് പടച്ച റബ്ബിന് വേണ്ടി ഇബാദത്ത് എടുത്തതാകുന്ന ചെറിയ മകൾക്ക് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ കായ്കനികൾ കൊടുത്തു എന്ന് പറയുമ്പോ മുസ്ലിമത്തെ 30, 40, 50, 60, 70 വയസ്സ് വരെ ജീവിച്ചതാകുന്ന ഉമ്മമാരല്ലേ. പരിശുദ്ധമായ റമദാൻ എത്ര വർഷമായി നീ നോമ്പ് നോൽക്കുകയാ? റമദാൻ കൊണ്ട് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഉപ്പ? സാധിച്ചിട്ടുണ്ടോ ഉമ്മ? പകൽ മുഴുവനും നോമ്പ് പിടിച്ച് രാത്രിയിൽ മുഴുവനും നമസ്കാരത്തിലായി കഴിഞ്ഞുകൂടിയതാകുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് തുറക്കാൻ സ്വർഗീയമാകുന്ന വിഭവങ്ങൾ കൊടുത്തുവെങ്കിൽ എത്ര വലിയ സൗഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞ് ആരാധിച്ചപ്പോൾ പടച്ച റബ്ബ് കൊടുത്തതാണ്. ഈ മറിയം ബീവി ഒരു സാധാരണ പെണ്ണല്ല. ലോകത്തുള്ളതാകുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് വരെ ലോകത്ത് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ വിശ്വാസികൾക്കും ഉമ്മത്ത് മുഹമ്മദിനും അല്ലാഹുവിന്റെ റസൂൽ ഖുർആനിലൂടെ ഏറ്റവും വലിയ ഉപമയായി പറഞ്ഞത് 2 സ്ത്രീകളെയാണ്. മുഅ്മിനീങ്ങൾക്ക് ഉപമയായി അല്ലാഹു പറഞ്ഞത് 2 സ്ത്രീകളാണ്. ഒന്ന് ഫിർഔനിന്റെ ഭാര്യയായ ആസിയാ ബീവിയാണ്. ഫിർഔനിനെ കൊണ്ട് അവിശ്വസിച്ചതിന്റെ പേരിൽ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിൽ ചുട്ടുപഴുത്ത മണലാരണ്യത്തിലേക്ക് മലർത്തി കടത്തി അവരുടെ ഗുഹ്യഭാഗത്തേക്ക് കമ്പി കുത്തിയിറക്കിയപ്പോ മഹദി അവറുകൾ വിളിച്ച് പറയുകയാണ്, അല്ലാഹ് നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. എന്നെ ഈ അക്രമികളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സ്വന്തം ഭർത്താവാകുന്ന ഫിറൗന് റംസീസ് രണ്ടാമൻ ഇതാ ഗുഹ്യഭാഗത്തേക്ക് കൊണ്ടുവന്ന് കത്തിയിടിച്ച് താഴ്ത്തുമ്പോ വേദന കൊണ്ട് പൊളയുന്നതാകുന്ന ആസിയാ ബീവി വിളിച്ചു പറയുന്ന, അല്ലാഹ് എന്നെ ഈ അക്രമികളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എനിക്ക് ആഖിറം റാഹത്താക്കണേ അല്ലാഹ്. നജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഫിർഔനിനെയും അവന്റെ കൂട്ടാളികളിൽ നിന്നും എന്നെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. തീർന്നില്ല. എനിക്ക് സുന്ദരമായ സ്വർഗ്ഗത്തിൽ ഒരു ഭവനം എനിക്ക് നൽകണേ അല്ലാഹ്. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. സ്വർഗത്തിൽ എനിക്കൊരു മനോഹരമായ വീട് നൽകണേ അല്ലാഹ്. ഈ ദുനിയാവിൽ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വസിച്ചവളാണ് ഞാൻ. പക്ഷേ നിന്നെ വിശ്വസിച്ചത് മുതൽ ഒരു അനുഭൂതികളും ആസ്വാദനങ്ങളും എനിക്ക് വേണ്ട അല്ലാഹ്. ദുനിയാവ് പരിപൂർണമായി ഞാൻ പരിത്യജിച്ചു. എനിക്ക് ആഖിറം മതി റബ്ബേ. എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി എന്റെ ഭർത്താവ്. എന്നെ വല്ലാതെ നോവിക്കുന്നു ഈ ഭർത്താവ്. ഇദ്ദേഹത്തിന്റെ അക്രമത്തിൽ നിന്നും ഇദ്ദേഹത്തിന്റെ കൂട്ടാളികൾ അക്രമത്തിൽ നിന്നും എന്നെ നീ സംരക്ഷിക്കുകയും എനിക്ക് സ്വർഗത്തിൽ ഒരു മനോഹരമായ വീട് നൽകുകയും ചെയ്യണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ആസിയാ ബീവിയെ കുറിച്ച് ഖുർആൻ പറയുകയാ, അവർ മുഅ്മിനീങ്ങൾക്ക് ഉപമയാണ്. തീർന്നില്ല. വമറിയം ബനത ഇമ്രാൻ ومريم بنت عمران
ഇമ്രാനിന്റെ മകളായ ഖതീബിന്റെ മകളായ മറിയം ബീവിയെ നിങ്ങൾ സ്മരിക്കണേ. അവർ നല്ല മഹിളയാണ്, മുഅ്മിനീങ്ങൾക്ക് ഉപമയാണ്. ലോകത്തുള്ള സർവ്വ സത്യവിശ്വാസികൾക്കും മുഅ്മിനീങ്ങൾക്കും ആണുങ്ങൾക്കും പഠിക്കാനുള്ള മാതൃകയാണ് മറിയം ബീവിയിലുള്ളതെന്ന് വിശുദ്ധമായ ഖുർആൻ. എന്തേ അവർക്കുള്ള ഗുണം? 4 ഗുണങ്ങളാണ് അല്ലാഹു പറഞ്ഞത്. ആദ്യമായി അല്ലാഹു പറഞ്ഞത് ഈ വിശുദ്ധമായ റമദാനിൽ എടുത്ത് ചർച്ച ചെയ്യേണ്ടതാണ്. അഹ്സനതു ഫർജഹാ, തന്റെ ഗുഹ്യത്തെ പരിപൂർണമായി സംരക്ഷിച്ചവരാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹാ. ഒരന്യ പുരുഷന്റെ മുന്നിൽ തന്റെ ശരീരത്തെ നൽകാൻ തയ്യാറായിട്ടില്ല ബീവി മറിയമെന്ന് വിശുദ്ധമായ ഖുർആൻ. വനഫഖനാ ഫീഹി മിൻ റൂഹിനാ, അല്ലാഹു പറയുകയാണ് നമ്മുടെ ആത്മാവ് ബഹുമാനപ്പെട്ട ജിബ്രീലിനോട് നാം അവരുടെ പോക്കറ്റിലൂടെ ഊതിയേ അവർക്ക് ഗർഭം ധരിപ്പിച്ചുവേ. അവർക്ക് ഭർത്താവില്ല, അവർക്ക് മകനെ നാം സമ്മാനിക്കുകയാ. ഒരു സ്ത്രീയുടെ ആവശ്യമില്ലാതെ, ഒരു പുരുഷന്റെ ആവശ്യമില്ലാതെ ഞാനിതാ അവർക്കിതാ ഗർഭം ധരിപ്പിക്കുകയാണ്. ഒരു പുരുഷന്റേതാകുന്ന ഒരു പുരുഷന്റെ ആവശ്യമോ ഒരു പെണ്ണിൻ്റെതാകുന്ന ആവശ്യമോ രണ്ടുപേരുടെയും ഇന്ദ്രിയ തുള്ളികളുടെ കൂടിച്ചേരലുകളോ ഒന്നും തന്നെ വേണ്ടാതെ നമ്മുടെ ആത്മാവിൽ നിന്ന് ജിബ്രീൽ മുഖേന അവരുടെ പോക്കത്തിന്റെ ഉൾഭാഗത്തേക്ക് നാം ഊതുകയാണ്. തീർന്നില്ല. വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി, അല്ലാഹു എന്ത് പറഞ്ഞു അത് പരിപൂർണമായി അനുസരിക്കുന്നവരായിരുന്നു ബീവി മറിയമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇറക്കപ്പെട്ട കിതാബ് കൊണ്ട് അണിവിട വ്യതിചലിക്കാതെ ആ കിതാബ് അനുസരിച്ചുകൊണ്ട് മുറുകെ പിടിച്ചതാകുന്ന മഹിളയാ ബീവി മറിയമെന്നും വിശുദ്ധമായ ഖുർആൻ. വകാനത് മിനൽ ഖാനിതീൻ, പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവേ എന്നെ നീ സംരക്ഷിക്കണേ അല്ലാ, എനിക്ക് കാവലാളാകണേ അല്ലാ എന്ന് അല്ലാഹുവിലേക്ക് നമ്മുടെ ശിരസ്കയായി സദാസമയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊണ്ടതാകുന്ന മഹിളയാണ് ബീവി മറിയമെന്നും വിശുദ്ധമായ ഖുർആൻ. സ്വന്തം ശരീരത്തെ കാത്തതിന്റെ കോലം സൂറത്ത് മറിയമിലൂടെ അല്ലാഹു പറയുകയാണ്. വൽഖുർ ഫിൽ കിതാബി മറിയം, നബിയേ ഈ മറിയമിനെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ സമൂഹത്തിന്. മുക്കുന്നത്തുള്ളതാകുന്ന മന്നാനി യതീംഖാനയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള ആയിരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണേ നബിയേ. വൽഖുർ ഫിൽ കിതാബി മറിയം, മറിയമെന്ന് പറയുന്ന പെണ്ണാരെന്നറിയുമോ? ഇത് തബദത് മിൻ അഹ്ലിഹാ മകാന ശർഖിയാ, ലബനാന്റെ പരിസരത്തുള്ളതാകുന്ന കിഴക്ക് ഭാഗത്തുള്ള ഒരു ഭാഗത്തേക്ക് ഒറ്റയ്ക്ക് പോയി ഒരു റൂമുണ്ടാക്കി ആ ടെന്റിനുള്ളിൽ നിലകൊണ്ടുകൊണ്ട് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞിരുന്ന പെണ്ണാണ് ബീവി മറിയമെന്ന് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ, ജനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആളുകൾക്കിടയിൽ നിലകൊള്ളാതെ ഒറ്റയ്ക്ക് നിലകൊണ്ടുകൊണ്ട് നോമ്പ് നോറ്റുകൊണ്ട് രാത്രി നിസ്കരിച്ചുകൊണ്ട് നിലകൊണ്ട മഹിളയാണ് ബീവി മറിയമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഫഅർസൽനാ ഇലൈഹാ റൂഹനാ, റൂമിൽ നിലകൊള്ളുന്ന സമയത്ത് നാം അവളിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ നിയോഗിക്കുകയാ. മനുഷ്യകോലത്തിൽ ജിബ്രീലിനെ പറഞ്ഞു വിടുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ആ റൂമിനുള്ളിലേക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോ ബീവി മറിയം അന്താളിക്കുകയാണ്. ഉടനെ തന്നെ ബീവി മറിയം പറയുകയാണ്, റൂമിനുള്ളിൽ അന്യരാകുന്ന ചെറുപ്പക്കാരന്റെ യുവകോമളന്റെ സുന്ദരനാകുന്ന വ്യക്തിയുടെ ഒരു ചെരുപ്പടി ശബ്ദം കേട്ടപ്പോൾ തന്നെ ബീവി മറിയം ഉടനെ തന്നെ പറയുകയാണ്,
ആരാണ് നീ? എന്തിനിവിടെ വന്നു? ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. റഹ്മാനായ റബ്ബിനോട് ഞാൻ കാവൽ തേടുകയാണ്. നീ യഥാർത്ഥ മുത്തഖിയാണ് എങ്കിൽ പുറത്തു പോകണേ, പുറത്തു പോകണേ. അഥവാ മുത്തഖീങ്ങൾ അന്യ പെണ്ണുമായി റമളാനിൽ ചാറ്റ് ചെയ്യാൻ പോകില്ല. കാരണം മുത്തഖിയാണോ അന്യ പെണ്ണുമായി സംസാരിക്കാൻ പോലും പോകില്ല. റമളാനിൽ അനാവശ്യമായ ഭാഷണത്തിന് മുതിരില്ല. ഇൻ കുൻത തഖിയാ, നീ യഥാർത്ഥ മുത്തഖിയാണോ? അഊദു ബിർറഹ്മാൻ, റഹ്മാനായ റബ്ബിനോട് നിന്നെ തൊട്ട് ഞാൻ കാവൽ തേടുകയാണ്. പുറത്തു പോകണേ, പുറത്തു പോകണേ, പുറത്തു പോകണേ എന്ന് മറിയം ബീബി റളിയല്ലാഹു അൻഹ നിർബന്ധിച്ചുവെന്ന് വിശുദ്ധമായ ഖുർആൻ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് വന്നത്, പക്ഷേ മനുഷ്യന്റെ കോലത്തിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ മറിയം ബീവി പുറത്തു പോകാൻ പറയുകയാ. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യ കോലത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഇന്നമാ അന റസൂലു റബ്ബിക് ലിഅഹബ ലകി ഗുലാമൻ സക്കിയാ. ഞാൻ നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ടതായ ദൂതനാണ്. ഞാനൊരു മലക്കാണ്, ജിബ്രീൽ എന്ന മലാഖയാണ്. അമ്പിയാക്കളിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടതായ ഒരു മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അത് ബീവി മറിയമാണ്. ഇതൊരു സാധാരണ പെണ്ണല്ലേ, ഇതൊരു സാധാരണ പെണ്ണല്ല. ആ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ലി അഹബലകി ഗുലാമൻ സക്കിയാ, പരിശുദ്ധനായ സാലിഹായ ഒരു പൊന്നുമോനെ നിനക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് ജിബ്രീൽ പറഞ്ഞതായി വിശുദ്ധമായ ഖുർആൻ. നിനക്ക് നല്ല ഒരു പൊന്നുമോനെ തരാൻ വരിക. പരിശുദ്ധനായ, സക്കിയ എന്ന് പറഞ്ഞാൽ തസ്കിയത്തിന്റെ വാക്കാണ്. സക്കിയ, നല്ല പരിശുദ്ധനായ ഒരു മകനെ തരാൻ. കാരണം പരിശുദ്ധിപ്പെടുത്തി ഇവിടെ ആര്? ഈ കുട്ടി വരാൻ പോകുന്ന കുട്ടിയുടെ ഉമ്മയുടെ ഉമ്മ ഹന്നത്ത് ബീവി നേരത്തെ തന്നെ കാവൽ തേടിയിട്ടുണ്ട്. കുട്ടി ജനിച്ചപ്പോ തന്നെ എന്ത് പറഞ്ഞു? ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ. അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ ബിക വ ദുർരിയതഹാ മിനശ് ശൈത്താനിർ റജീം. പിശാചിനെ തൊട്ട് കാവൽ തേടിയിട്ടാ വിട്ടത്. അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ രക്ഷപ്പെടും. അതുകൊണ്ട് മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് ശൈത്താൻ കാണിക്കും. രാത്രി കിടന്ന് ഭയങ്കര കരച്ചിലും ബഹളവും. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയോ? വിളിച്ചിട്ട് വലത്തേക്കാദ്യം ബാങ്ക് കൊടുക്കണം. അതിന് ആദ്യം ബാങ്ക് കൊടുക്കാൻ പഠിക്കണം. നാളെ മുതൽ എഴുതി പഠിച്ചു. അതറിയാൻ മേല. എപ്പോഴും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വീണ്ടും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇത് തന്നെ കളി 10 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ടും തീരുന്നില്ല. ഖുൽയാഉൽ കാഫിറൂൻ പണ്ട് ഒരാൾ ഓതിയിട്ട് തീരുന്നില്ല. അതേ അവസ്ഥ. ബാങ്ക് കൊടുക്കാൻ പോലും അറിയാത്തവർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇല്ലാന്നല്ല, ഒന്ന് പറഞ്ഞു നോക്കും. ബാങ്ക് കൊടുക്കാനല്ല, ഈ ഇരിക്കുന്നതിൽ ഉസ്താദുമാരും മുത്തഅല്ലിമീങ്ങളും സജ്ജനങ്ങളും ഒഴിച്ച് ബാക്കി ചില ആളുകൾക്ക് അലിഫ് ബാ ചോദിച്ചാൽ പോലും ആ 28 അക്ഷരം പൂർത്തീകരിച്ച് പറയും. എടാ നിങ്ങൾ തന്നെ മനസ്സിൽ ഇപ്പൊ പറഞ്ഞു പോയിക്കും. ജീമ ഹാ അതിനപ്പുറത്തോട്ട് കിട്ടത്തില്ല. മദ്രസയിൽ പോകേണ്ടി വരും. ആദ്യം പോയി ആണ് നമ്മുടെ അവസ്ഥ. അലിഫ് ബാ യാ വരെ പറയാൻ കിട്ടൂല. ആണ് നമ്മുടെ അവസ്ഥ. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒന്ന് ചെല്ലി നോക്കി, നിങ്ങൾ തന്നെ മനസ്സിലൊന്ന് ചെല്ലി നോക്കി. അപ്പൊ അറിയാം. സാദ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മൾ വലിയ അറിവുള്ളവരാണെന്ന് പറഞ്ഞ് നിൽക്കാൻ ഒരു അറിവില്ല. അതായി പറഞ്ഞത്. പറഞ്ഞില്ലാന്ന് അറിയിക്കാനാണ്. അറബി അക്ഷരങ്ങൾ പോലും നമുക്കറിയില്ല. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കാം. നിൽക്കട്ടെ. അവിടെ മറിയമ്പിയോട് പറഞ്ഞു, നിനക്കൊരു നല്ലൊരു മകനെ തരാൻ പോവാണ്. ഞാൻ നിർത്തട്ടെ. അല്ലാഹ് സമയം വൈകിട്ട് ഞാൻ വേഗം ദുആയിലേക്ക് കടക്കാം. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തണം. ഒരു നല്ലൊരു തസ്കിയത്തായ ഒരു മകനെ നിനക്ക് തരാൻ പോവാണ്. ഇതൊരു സാദാസീത മകനല്ല, ബഹുമാനപ്പെട്ടതാകുന്ന റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി എന്ന് പറയുന്ന മഹനീയമാകുന്ന വ്യക്തിത്വത്തെ നിനക്ക് നൽകാൻ പോവാൻ, നിന്നിലൂടെ നൽകാൻ. അപ്പം മഹദി വറുകൾ പറഞ്ഞു, അന്നാ യകൂനു ലീ ഗുലാമുൻ വലം യമസസ്നി ബശറുൻ വലം അകു ബഗിയാ.
സൂറത്തു മറിയമാണ് ഇതെല്ലാം. സൂറത്തു മറിയം ആയത്തുകളാണ്, അതിലെ സൂക്തങ്ങളാണ്. എങ്ങനെയാണ് ഞാൻ ഗർഭം ധരിച്ചിട്ടില്ലല്ലോ, എന്നെ ഒരു അന്യ പുരുഷനും സ്പർശനം നടത്തിയിട്ടില്ലല്ലോ, ഇന്നവരെ ഒരാൾ ഒരുമായിട്ട് ചങ്ങാത്തം എനിക്കുണ്ടായിട്ടില്ലല്ലോ. ഒരു ലിവിങ് ടുഗദർ ഒന്നും ഉണ്ടായിട്ടില്ല, ഒരാളുമായിട്ടൊരു ബന്ധമില്ല. നീ ഇപ്പത്തെ ഒരു അന്യനാണ്. ഒരു അന്യ വ്യക്തിയെ റൂമിൽ കണ്ടപ്പോ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ ടീമാണ് ഞാൻ. അത്ര സൂക്ഷ്മത ജീവിക്കുന്ന അവസ്ഥയാണ്. ഒറ്റയ്ക്ക് നമ്മൾ കഴിഞ്ഞുകൂടുവോ? നമ്മളിൽ എത്ര പേര് കഴിഞ്ഞുകൂടും? ഇപ്പൊ ഈ കോവിഡിന്റെ ഘട്ടത്തിൽ തന്നെ നമുക്ക് റൂം വിട്ട് പുറത്തു പോയാൽ മതി അല്ലേ? മൊബൈൽ ഫോൺ എന്ന അംബാനി മാമൻ തന്ന ജിയോ സിം ഉള്ളത് കൊണ്ട് അംബാനി മാമന് ഫാത്തി ഓതി നമ്മൾ അതിനകത്ത് 10 മിനിറ്റ് ഇരിക്കുക. അതുകൂടെ ഇല്ലെങ്കിൽ അല്ല എപ്പോൾ ഇറങ്ങി വെളിയിൽ പോയെന്ന് വെച്ചാൽ മതി. ഈ മൊബൈൽ ഉള്ളത് കൊണ്ടും യൂട്യൂബും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ തെന്നിച്ച് ഇങ്ങനെ ഇരിക്കും. ഒന്നിന്ന് ഇറങ്ങി അപ്പുറത്തോട്ട് അടി ഇപ്പുറത്തോട്ട് അടി ഇങ്ങനെ കറങ്ങി റൗണ്ട് ചെയ്ത് കുറച്ചു നേരം സമയം കളയും. ഇതില്ല എങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് എങ്ങനെ ഇരിക്കും? ഇപ്പൊ കടക്കൽ ഉസ്താദിന് സുഖമില്ലാതെ വന്നു, അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. ഉസ്താദ് ആ രോഗശൈലിയിരുന്ന അവസ്ഥയെക്കുറിച്ച് ഉസ്താദിനോട് ചോദിച്ചാൽ ഈ 85 വർഷക്കാലയളവിനിടയിൽ ഏറ്റവും പ്രയാസം അനുഭവിച്ച, മാനസിക വിഷമം അനുഭവിച്ച സമയത്തായിരിക്കും. കാരണം എന്താ? ഈ സമൂഹത്തിനും ഈ നാടിനും ഈ നാട്ടുകാർക്കും വേണ്ടി അഹോരാത്രം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു ബ്രേക്ക് കിട്ടുക. പക്ഷെ കുടുംബത്തിന് സന്തോഷം കിട്ടിക്കാണ്. കാരണം കുടുംബത്തോടൊപ്പം 10 മിനിറ്റ് കിട്ടിയല്ലോ. മറ്റേത് കിട്ടലില്ല, എപ്പോഴും ഓട്ടമാണ്, രാവിലെ ഇറങ്ങും. ഇപ്പൊ ഇന്ന് ഞാൻ ചോദിച്ചു, ഉസ്താദ് പരിപാടിക്കൊക്കെ പോകാൻ തുടങ്ങിയെന്ന് വെച്ചാൽ പറഞ്ഞ് രാവിലെ ഞാൻ 1.5 മണിക്കൂർ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചിട്ട് വന്നതാണ്. ഇവിടെ വെറുതെ ഇരിക്കൂല. ഞാൻ പറഞ്ഞു ഉസ്താദ് ശരിയും ശ്രദ്ധിക്കണം. കാരണം സുഖമില്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണ്ടേ. സ്റ്റെപ്പ് കയറാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. പക്ഷെ ജനങ്ങളെ നിർബന്ധിക്കാണ്, എല്ലാ പരിപാടികൾക്കും വരണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റൂലല്ലോ. കാരണം പകരം വെക്കാനാണില്ല. അതുകൊണ്ട് അവരെ തന്നെ നിർബന്ധിച്ചു വരികയാണ്. ഉസ്താദ് തന്നെ എത്തണമെന്ന് പറയുമ്പോൾ സ്നേഹബന്ധങ്ങൾ കൊണ്ട് ചെല്ലുകയാണ്, എല്ലായിടത്തോട്ട് ഓടിയെത്തുക. ഉസ്താദിന് തന്നെ അറിയാം ആ ഒരു അവസ്ഥ. നമ്മളൊരു രോഗശൈലി കിടക്കുമ്പോൾ വീട്ടിൽ തന്നെ നമ്മളൊന്ന് ലോക്കായി കിടക്കുമ്പോഴുള്ള അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. മറിയം ബീവി അത് ആഗ്രഹിച്ചിരുന്ന വനിതയാണ്. പറഞ്ഞ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹം. എന്നിട്ട് എന്ത് ചെയ്യുക? ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ തെറ്റ് ചെയ്യുക അല്ലെ? ഒന്നിലെ മൊബൈൽ ഫോൺ എടുത്ത് വെച്ചിട്ട് WW അടിച്ച് എങ്ങോടെങ്കിലും കയറിപ്പോകും. ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കും, ഏതെങ്കിലും വാർത്ത കേട്ടോണ്ടിരിക്കും അല്ലെ? ഒറ്റയ്ക്കിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിച്ച് സൊള്ളിക്കൊണ്ടിരിക്കും. ഒന്നും വേണ്ട, ഒറ്റ ഒരു സൊള്ളൽ മാത്രം, ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക്. 2 രീതിയിലാണ് മഹാന്മാരുള്ളത്. ഒന്ന് അസ്സൈറു ഇലല്ലാഹയാണ്, അല്ലാഹുവിലേക്കുള്ള യാത്രയാണ്. മറ്റൊന്ന് അസ്സൈറു ഫില്ലയാണ്, അല്ലാഹുവിലുള്ള യാത്രയാണ്. നമ്മളിപ്പോഴും അല്ലാഹുവിലേക്കുള്ള യാത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അത് തന്നെ കറക്റ്റ് അല്ല. അത് ഈ നിസ്കാരവും ഈ നോമ്പും ഈ സക്കാത്തും ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് അസ്സൈറു ഇലല്ലാഹയാകുന്നത്, അല്ലാഹുവിലേക്കുള്ള യാത്രയാകുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നെ അസ്സൈറു ഫില്ലയാവും. അതെങ്ങനെയാ? അല്ലാഹുവിലുള്ള യാത്രയാവും. അതാണ് ഔലിയാക്കൾ നടത്തുന്നത്. അതുകൊണ്ടാണ് അല്ലാഹ് എന്നുള്ള ചിന്ത മാത്രം അവർക്കുണ്ട്. അതാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ വിലായത്തെത്തിച്ച മഹദിയാണ്. വലിയ വിലായത്തെത്തിച്ച മഹദിയാണ്. അവരുടെ പേരിലൊക്കെ ഫാത്തിഹ ഓതിയിട്ട് കൈവെള്ളയിൽ ഊതി തല മുതൽ തടയാൻ തന്നെ റാഹത്താവും. അല്ലാഹു ആഫിയത്ത് തരട്ടെ, രോഗങ്ങളൊക്കെ ശമനവും. അത്ര വലിയ മഹിളയല്ലേ, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയല്ലേ. അവര് പറഞ്ഞു, എന്നെ ഒരു അന്യപുരുഷൻ പോലും സ്പർശിച്ചിട്ടില്ലല്ലോ. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മലക്ക് മുഖേന അറിയിച്ചു, അതെ നിങ്ങളെ സ്പർശനം നടത്തേണ്ട, റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഇനി ആയത്ത് ഓതി സമയം കളയുന്നില്ല, അതുകൊണ്ടാണ്. വലിനജഅലുഹു ആയത്തൻ ലിന്നാസി വറഹ്മത്തൻ മിന്നാ വകാന അംറൻ മഖ്ദിയ. റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്, നിനക്ക് ഇതാ ഗർഭം ധരിക്കാൻ പോവാൻ. പറഞ്ഞു തീരേണ്ട താമസം അവരുടെ ഇടത് ഭാഗത്തതാകുന്ന പോക്കറ്റിന്റെ ഭാഗത്തിലൂടെ അവരുടെ വയറ്റിലേക്ക് ഊതി ആര്? ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ഗർഭം ധരിക്കുക. ഇന്നിപ്പോ ആധുനിക ശാസ്ത്രം ആണില്ലാതെ കുട്ടിയെ ഉണ്ടാക്കുന്നതിനൊക്കെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇവിടെ നേരത്തെ തന്നെ അത് ഉണ്ടായിട്ടുണ്ട്. ആരെ? മറിയം ബീവി റളിയല്ലാഹു അൻഹ. മറിയം ബീവിയുടെ ബീജം വല്ലതും ഇവിടെ ചേർന്നിട്ടുണ്ടോ? ഒന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട്, അതാണ് ഫനഫഖനാ ഫീഹി മിർ റൂഹിനാ, നമ്മുടെ ആത്മാവ് അങ്ങോട്ട് ഓതി കൊടുത്തു അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മുഖേന. ഖുർആനാണ്, വിശ്വസിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, നിമിഷ നേരം കൊണ്ട് ഗർഭം ധരിച്ചു മറിയം ബീവി റളിയല്ലാഹു അൻഹ. വിശാലമായ ചരിത്രമാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. ആ സമയത്താണ് ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമുമായി വലിയ ബന്ധം വെക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് സിയാറത്തുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് ആശ്വസിപ്പിക്കും, സമാധാനം കൊടുക്കും. വേറെ ആരുമില്ലല്ലോ ആശ്വസിപ്പിക്കാൻ, സമാധാനം. ഒറ്റയ്ക്കുള്ള വാസമാണ്. നോമ്പ് വിടുന്നുണ്ടോ? ഒരു നോമ്പും വിടുന്നില്ല. ശുദ്ധിയുടെ ഘട്ടമാണ് ആ സമയങ്ങളൊക്കെ. ഗർഭസ്ഥ സമയത്ത് അങ്ങനെയാണ് നോമ്പ്. അല്ലാഹ്, വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നോമ്പ് പിടിക്കണം. ആ സമയത്ത് കഴിയുന്നവർ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
ഗർഭസ്ഥ സമയത്ത് അങ്ങനെയാണ്. കൂടുതൽ ആഹാരപാനീയങ്ങൾ കഴിക്കുകയല്ല, അത്യാവശ്യം കഴിക്കുക, പോഷകാഹാരങ്ങൾ മാത്രം കഴിച്ച് മുന്നോട്ട് പോകാം. ഒരുപാട് ആഹാരം കഴിച്ച് വലിയ വയറുമായിട്ട് നിന്നാൽ പ്രസവം വളരെ പ്രയാസകരമാണ്. പ്രസവിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കണം. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രസവം എടുത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ ആ തൊട്ടടുത്ത് കാണുന്നതാകുന്ന ആ ഈന്തപ്പന മലയിലേക്കൊന്ന് കയറാൻ പറഞ്ഞു. മലയുടെ മുകളിലാണ്, മലയിലേക്കൊന്ന് ചവിട്ടി കയറിയിട്ട് വഹുസി ഇലൈകി ബിജിസ്ഇൻ നഖ്ലതി തുസാഖിത അലൈക റുതബൻ ജനിയ, ആ മരം പിടിച്ച് നല്ലതുപോലെ ഒന്ന് കുലുക്കാൻ പറഞ്ഞു. ഈന്തപ്പന എന്തിന്? നിനക്ക് അതിൽ നിന്ന് നല്ല കായ്കനികൾ, ഈന്തപ്പഴം നിനക്ക് കിട്ടും. നല്ല, അതിന്റെ അർത്ഥം എന്താ? നല്ല സാധനം വേണം, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം വേണം കഴിക്കാൻ. 3 ദിവസം മുമ്പ് പള്ളിയിൽ നിന്ന് കിട്ടിയ പൊതി അതിങ്ങനെ അപ്പച്ചമ്പി വെച്ച് ചൂടാക്കി അടിക്കുക ഗർഭിണി. എന്നിട്ട് പിന്നെയും പറയിക്കാക 27 ഇനി 29 പൊതി ഉണ്ടെങ്കിൽ കൊണ്ടുവരണേ. പഴയത് വീണ്ടും ഉണ്ട്. ബർക്കത്താക്കപ്പെട്ട ഭക്ഷണമാണ്, ആയിക്കോട്ടെ. നമുക്കിങ്ങനെ പഴയത് മതി. ഇങ്ങനെ ചൂടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് അടിക്കുക. ഇതെന്നല്ല, നല്ല ഫ്രഷ് സാധനം, നല്ല ഈത്തപ്പഴം ഗർഭം എടുത്ത സമയത്ത് ആര് കഴിച്ചു? മറിയം ബീവി റളിയല്ലാഹു അൻഹ. എന്തിനാ അത് കുലുക്കാനും പറയുന്നത്? എന്തിനാ ഈ പർവ്വതത്തിന്റെ മുകളിലോട്ട് കയറാനും പറയുന്നത്? കണ്ടിട്ടില്ലേ നിങ്ങൾ? ലേബർ റൂമിന്റെ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും മരുന്ന് വെച്ചിട്ട് യാ അല്ലാഹ് തവാഫ് ചെയ്തിട്ട് വരാൻ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കിടന്ന് ഓട്ടാണ്, എങ്ങനെയെങ്കിലും ഒന്ന് പ്രസവിച്ച് കിട്ടും. അവിടെയുള്ള ഓട്ടം ഇവിടെ ഓടിക്കാണ്. ഇവിടെ അതിനുള്ള പരിപാടി അല്ലാഹു നടത്താൻ. ഈ അരുവിയുണ്ട്, താഴെ അരുവി കൊടുത്തിരിക്കുക, ശരിയ താഴെ നല്ല അരുവി കൊടുത്തിട്ടുണ്ട്. ആ അരുവിയുടെ അവിടുന്ന് മേലോട്ട് നീ ആ സ്റ്റെപ്പ് കയറിക്കണം. മലയുടെ മുകളിലെ ഒരു ഭാഗത്തായിട്ട് ഈന്തപ്പഴം ഉണ്ട്. ആ മരത്തിന്റെ അവിടെ പോയിട്ട് മരം പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കുക. എന്താ മരം പിടിച്ചിട്ട് ഇങ്ങോട്ട് കുലുക്കണം. ബഹുസി ഇലൈകി, നിന്നിലേക്ക് കുലുക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങനെ ആക്കിയാനല്ല, ഇങ്ങോട്ട് പിടിക്കണം. ബഹുസി ഇലൈകി. ഖുർആൻ പറഞ്ഞ ഒരേ വാക്കും പഠിക്കാനാണെങ്കിൽ നേരം വെളുക്കും. ഇതിന്റെ അർത്ഥം പഠിച്ചു വരുവാണ്. നിന്നിലേക്ക് ആക്കണം. അതിനാണ് നമ്മൾ ഉമ്മമാര് ചെയ്യിക്കുന്നല്ലോ, വീട്ടിൽ വെച്ച് നല്ലപോലെ മുറ്റമടിക്കുക. ഗർഭം എടുക്കുന്ന സമയത്ത് പണി കുറച്ച് കൂടുതൽ ചെയ്യണം. കാരണം ഗർഭം ധാരണ എളുപ്പമാവും, റാഹത്താവും, പ്രസവം എളുപ്പമാവും. വളരെ സന്തോഷമായി. അങ്ങോട്ട് പെട്ടെന്ന് തന്നെ വേദനയും വരും, പ്രസവിച്ചും വരും. ഇത് അവിടെ എത്തിയതിനു ശേഷം 3 ദിവസമായി ഉസാദെ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്താ കാട്ടുക എന്ന് ചോദിച്ചാൽ നമ്മളെ വിളിക്കുക. ഇതാണ് അവസ്ഥ. 3 ദിവസമായിട്ട് ഉലാത്തുകയാണ്. ഹോസ്പിറ്റലിലെ എല്ലാ റൂമും കണ്ടു കഴിഞ്ഞു, ഫുള്ള് കറക്കി, തവാഫോടെ തവാഫ്. എന്നിട്ട് ഇതുവരെ പ്രസവിച്ചിട്ടില്ല. അതിനെന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് തുടങ്ങണം. 1 മാസം മുമ്പേ നല്ലതുപോലെ വർക്കൗട്ട് പണി തുടങ്ങണം. ആ സമയത്ത് നല്ല സാധനങ്ങൾ, ഭക്ഷണം മാത്രം കഴിക്കുക. നല്ല പ്രോട്ടീനുള്ള സാധനങ്ങൾ, ഈന്തപ്പഴം, നട്ട്സ് കാര്യങ്ങളൊക്കെ നല്ല കഴിക്കുക. വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. എന്നിട്ട് നല്ല റാഹത്തായിട്ട് പോവുക. ഈ പറഞ്ഞ പോലെ വ്യായാമ മുറകൾ ചെയ്യുക. അതിനൊരു വ്യായാമമാണ് അല്ലാഹു പറഞ്ഞത്. നീ ആ ഈന്തപ്പനത്തിന്റെ മരം പിടിച്ച് കുലുക്ക്, അത് ഈ ഈത്തപ്പഴവും കിട്ടും, നിന്റെ കാര്യവും നടക്കും. മലയുടെ മുകളിലോട്ട് കുറച്ച് കയറ്. ആ സ്റ്റെപ്പൊക്കെ കൊണ്ട് കയറുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് ഒരു ആയാസം ഉണ്ടാവും, റാഹത്താവും. എത്ര റാഹത്താവും! ഖുർആൻ പഠിക്കണം. അതിനാണ് സൂറത്ത് മറിയം പഠിക്കാൻ പറയുന്നത്. ഒരു പെണ്ണ് പഠിച്ചിരിക്കേണ്ട സൂറത്താണ് സൂറത്ത് മറിയം. എന്നിട്ട് അവൾ എന്ത് റാഹത്തായിട്ട് പ്രസവിക്കാൻ. സുബ്ഹാനല്ലാഹ്, നല്ല രീതിയിൽ പ്രസവിച്ചു. ഫഹമലതുഹു ഫന്തബദത് ബിഹി മകാനൻ ഖസിയ ഫഅജാഹൽ മഖാദു ഇലാ ജിസ്ഇൻ നഖലതി ഖാലത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയൻ മൻസിയ. മറിയം ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ ചുരുക്കം പറഞ്ഞ പ്രസവിച്ചിട്ടു ബഹുമാനപ്പെട്ടതാകുന്ന റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. പ്രസവിച്ച കുട്ടിയായിട്ട് ഇനി നാട്ടിലേക്ക് എങ്ങനെ പോകും? വല്ലാതെ വിഷമിച്ചു മറിയം ബീവി. കാരണം നാട്ടിൽ എല്ലാവരും വലിയ അപരാധം പറയും. കാരണം ഭർത്താവില്ലാതെ എവിടെയോ പോയി റാഹത്താക്കിയിട്ട് കൊണ്ടുവന്നതാണ് എന്ന് പറയും. അല്ലാഹു പറഞ്ഞു, നീ ഒന്നും മിണ്ടണ്ട, ഞാൻ നോമ്പുകാരിയാന്ന് പറഞ്ഞങ്ങ് നിലകൊണ്ടു. നോമ്പുകാരിയാണെന്ന് പറഞ്ഞു. ആരോട് ഞാൻ സംസാരിക്കുന്നില്ല. ഇനി ഉക്കല്ലിമുല്ലൗമ ഇൻസിയ, ഒരാളോട് ഞാൻ വർത്താനം പറയുന്നില്ല എന്ന് നീ പറഞ്ഞു. അപവാദം പറഞ്ഞിങ്ങനെ നടക്കുന്നവർക്ക് തിരികെ മറുപടി പറയണ്ട എന്ന് ഖുർആൻ അതിൽ നിന്നല്ല സൂചനയാണ്. ഒരാൾ നമ്മളെ കുറിച്ച് അപവാദം പറഞ്ഞെടുക്കാൻ നമ്മൾ തിരിച്ചു മറുപടി പറയാൻ പോയിരിക്കാനാണ് ഏറ്റവും നല്ലത്. ഖുർആന്റെ ഓരോ മഫ്ഹൂമായ അർത്ഥങ്ങളാണ് ഈ പറയുന്നത്. തിരിച്ചൊന്നും പറയാതിരിക്കുക, എന്നാൽ ഏറ്റവും നല്ലതാണ്. പറയേണ്ടത് വേറെ ആളുകൾ പറഞ്ഞോളൂ. കാരണം ആളുകൾ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, എന്ത് പരിപാടിയാണ് നീ ചെയ്തത്? നിന്റെ കുടുംബത്തിനൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു, ആ പാരമ്പര്യം മുഴുവൻ നീ കളഞ്ഞു കുടിച്ചു. നീ എവിടെയോ പോയി ആരുടെയോ ഒരു കുഞ്ഞിനെയും പേറിക്കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത് എന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കുറ്റപ്പെടുത്തിയപ്പോ ഫഅശാറത്തി ഇലൈഹി, ചെറിയ കുട്ടിയിലേക്ക് അങ്ങോട്ട് വിരൽ ചൂണ്ടി മറിയം ബീവി റളിയല്ലാഹു അൻഹ. അപ്പൊ ആ കുട്ടി സംസാരിക്കാണ്. കുട്ടിയുടെ സംസാരം മുഅ്ജിസത്താണ്. പക്ഷെ ഈ ഉമ്മ അങ്ങോട്ട് കാണിച്ചപ്പോ ആ കുട്ടി സംസാരിച്ചത് ഉമ്മയുടെ കറാമത്താണ്. കാരണം ഉമ്മാര വിലായത്തുള്ള സ്ത്രീയാണ്. അവിടെ ചൂണ്ടിയപ്പോഴത്തേക്കും കുട്ടി സംസാരിച്ചത് കുട്ടിയുടെ മുഅ്ജിസത്താണ്. കാരണം കുട്ടി ആരാ? പ്രവാചകനാണ്.
ഉമ്മാരാണ് വിലായത്തുള്ള സ്ത്രീയാണ്, കറാമത്തുള്ള പെണ്ണാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹ കുട്ടി അങ്ങോട്ട് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ കുഞ്ഞ് പറഞ്ഞോളൂ മറുപടി. ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ മറുപടി പറയാൻ നിൽക്കരുത്, വേറെ ആൾക്കാർ പറഞ്ഞോളൂ. അങ്ങോട്ട് സൂചിപ്പിച്ചു. ആ കുട്ടി അങ്ങോട്ട് പറഞ്ഞു. തൊട്ടിൽ കിടന്ന് സംസാരിച്ചവർ 4 പേരാണ്. അതിൽ പ്രമുഖനാണ് ആര്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഉറക്കെ പറ, ഈസാ നബി വലിയ പ്രവാചകനാണ്, സാധാരണ മനുഷ്യനൊന്നുമല്ല. ഈസാ നബി അലൈഹിസ്സലാം ഖാല ഇന്നി അബ്ദുല്ലാഹ് അതാനിയൽ കിതാബ വജഅലനി നബിയ്യാ. ഈസാ നബി അലൈഹിസ്സലാം ഉടനെ പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. ആതാനിയൽ കിതാബ, എനിക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥം ഇതാ നൽകാൻ പോയാണ്. അടുത്തിടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിലേക്ക് ഗ്രന്ഥം നൽകും. വജഅലനി നബിയ്യാ, എന്നെ അല്ലാഹു പ്രവാചകനാക്കിയിരിക്കുകയാണ്. വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ബറക്കത്തുള്ളതായ വ്യക്തിയാക്കിയിരിക്കുകയാണ്. ഞാൻ എവിടെ ചെന്നാലും ബറക്കത്താണ്, എന്ത് ചെയ്താലും ബറക്കത്താണ്, ആരെ തടവിയാലും ബറക്കത്താണ്. കുഷ്ഠരോഗമുള്ള ആളുകളെ, പാണ്ട് പിടിച്ച ആളുകളെ ബഹുമാനപ്പെട്ടവരുടെ സവിധത്തിലേക്ക് കൊണ്ടുവന്നാൽ തല മുതൽ കാല് വരെ ഒന്ന് തടവേണ്ട താമസം. സുബ്ഹാനല്ലാഹ്, പരിപൂർണമായ ശിഫാ ലഭിച്ചിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈസാ നബി അലൈഹിസ്സലാം വലിയ ബറക്കത്തുള്ള മനുഷ്യനായിരുന്നു. വജഅലനി മുബാറക, എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തുള്ള വ്യക്തിയാക്കിയിരിക്കുകയാണ്. വഔസാനി ബിസ്സലാത്തി വസ്സകാ മാ ദുംതു ഹയ്യാ, ഞാൻ എവിടെ പോയാലും എന്നോട് നിസ്കാരം കൊണ്ടും സക്കാത്ത് കൊണ്ടും അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി പറഞ്ഞതായി വിശുദ്ധമായ ഖുർആൻ. പഠിച്ചു വെക്കണേ മുക്കുത്തുള്ള ഓരോ സഹോദരിമാരും പഠിച്ചു വെക്കേണ്ട പാഠമാണ്. മാതാവും പിതാവും ഏത് രീതിയിൽ ജീവിക്കുന്നു അതനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ തർബിയത്ത് ചെയ്യുന്നതാണ്, മക്കളെ സാലിഹീങ്ങളാകുന്നതാണ്. ഹന്നത്ത് ബീവിയും ഇമ്രാൻ റളിയല്ലാഹു അൻഹു നല്ല തഖ്വ വെച്ചുള്ള ജീവിതം നയിച്ചു. അവർക്ക് അല്ലാഹു കുട്ടിയെ കൊടുത്തു, മറിയം ബീവിയെ കൊടുത്തു. ആ മകളാണെങ്കിലോ പകൽ മുഴുവനും നോമ്പാണ്, രാത്രി മുഴുവനും നിസ്കാരമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഭർത്താവില്ലാതെ പടച്ചറപ്പിന്റെ ആത്മാവിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ എന്ന മലക്ക് മുഖേന അവരുടെ വയറ്റിലേക്ക് ആത്മാവിനെ നൽകുകയാണ്. അതിലൂടെ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം പിറവികൊള്ളുകയാണ്. റൂഹുല്ലാഹ് എന്ന നാമം വരാൻ തന്നെ കാരണം അതാണ്. അല്ലാഹുവിന്റെ ആത്മാവാണ് ഈസാ നബി അലൈഹിസ്സലാമിലൂടെ നൽകപ്പെട്ടിട്ടുള്ളത്. ഈസാ നബി അലൈഹിസ്സലാം ഈ ലോകത്ത് വന്നുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം നടത്തി. ശത്രുക്കൾ കടന്നു വന്നപ്പോൾ, നസാറാക്കൾ അദ്ദേഹത്തെ ശല്യം ചെയ്തപ്പോൾ, കൊന്നുകളയാൻ വേണ്ടി തുനിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വറഫഅനാഹു മകാനൻ അലിയാ, ആകാശലോകത്തേക്ക് ബഹുമാനപ്പെട്ടവർ അല്ലാഹു ഉയർത്തിക്കൊണ്ടുപോയി. അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന കാലയളവിൽ പറഞ്ഞതാണ്, നാളെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഡമസ്കസിലെ വെള്ളമിനാരത്തിൽ 2 മലക്കിന്റെ ചിറകിൻ കീഴിലായി ലോകാവസാന സമയത്ത് മറിയമിന്റെ പൊന്നുമോന് ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് കടന്നു വരുമത്രേ, ദജ്ജാലിനെ വധിക്കുമത്രേ. യജൂജ് മജൂജിന്റെ രംഗപ്രവേശനം ഉണ്ടാകുമ്പോൾ അതിനെല്ലാം തടയിടുന്നത് ഈസാ നബി അലൈഹിസ്സലാമാണ്. ഈസാ നബി അലൈഹിസ്സലാമും മഹദി ഇമാമും കൂടി ലോകാവസാനം ഈ ലോകത്ത് നയിച്ചു കൊണ്ടുപോയാണ്. അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മതനിയമം അനുസരിച്ചുകൊണ്ട്, ഖുർആനിക ശരീഅത്ത് അനുസരിച്ചുകൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ പ്രബോധനം നടത്തുക എന്നും നബിയുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ മുസ്ലിമേ, നമുക്കിന്നും ഈസാ നബിയിൽ
മാതൃകയുണ്ട്, നമുക്കിന്നും മറിയം ബീവിയുടെ ചരിത്രത്തിൽ മാതൃകയുണ്ട്. കാരണം അവരുടെ മുഴുവനും ജീവിതവും സംശുദ്ധമാണ്. ഒരു കറാഹത്ത് പോലും ചെയ്യാതെ പടച്ച റബ്ബിന് വേണ്ടി മാത്രം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ വലിയ അനുഗ്രഹം അള്ളാഹു നൽകുകയാണ്. സ്വർഗത്തിന്റെ വിഭവങ്ങൾ ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ കഴിക്കാനുള്ള അവസരം അള്ളാഹു നൽകുകയാണ്. നമ്മളോ ഇന്ന് ഹറാം കഴിച്ച്, ഹറാം ഭുജിച്ച്, സിനിമ കണ്ട്, സീരിയൽ ദർശിച്ച്, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ട്, റമദാനിന്റെ പകലിൽ പോലും രാത്രിയിൽ പോലും എന്നില്ല സിനിമാ ടാക്കീസിൽ പോയി സിനിമകൾ കണ്ടുകൊണ്ട് മോശപ്പെട്ട കൂട്ടുകാരുമായി അടിച്ചു പൊളിക്കുന്നവരല്ലേ, രഹസ്യമായി വേഴ്ച നടത്തുന്നവരല്ലേ. എത്രയോ അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ലൈംഗിക വേഴ്ച ഈ പരിശുദ്ധമായ റമദാനിൽ പോലും നമ്മൾ നടത്തിയില്ലേ. അന്യന്റെ ഫോൺ നമ്പർ കിട്ടാൻ വേണ്ടി താല്പര്യം വെക്കുന്നവരല്ലേ. മറിയം ബീവിയുടെ ജീവിതം ഒന്ന് ശ്രദ്ധിക്കണേ. അന്യ ഒരു പുരുഷനെ കണ്ടപ്പോ പുറത്തു പോകണേ, ഞാൻ അള്ളാഹുവിനോട് നിന്നെ തൊട്ട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞ മറിയമിന്റെ പ്രിയപ്പെട്ടതാകുന്ന അനുയായി വൃന്ദമല്ലേ നമ്മൾ. ഒരന്യ പുരുഷന്റെതാകുന്ന മിസ് കോൾ കിട്ടാൻ വേണ്ടി മൊബൈൽ ഫോണുമായി വൈകുന്നേരം വരെ ഉലാത്തുന്ന സഹോദരിമാരുള്ള കാലഘട്ടമല്ലേ. ഇൻസ്റ്റഗ്രാമിൽ ഒരു അന്യ പുരുഷന്റെ മെസ്സേജ് എന്ന് കടന്നു വരാൻ വേണ്ടി കൊതിക്കുന്ന സഹോദരിമാരുള്ളവരല്ലേ. തന്റെ വാപ്പയറിയാതെ ഉമ്മയറിയാതെ രഹസ്യമായി പാതിരാത്രി സമയത്ത് അന്യനുമായിട്ട് ചാറ്റ് ചെയ്ത് വാട്സാപ്പിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ അവരുമായി മോശപ്പെട്ടതാകുന്ന രീതിയിൽ ചാറ്റിംഗ് നടത്തി പാതിരാത്രി സമയത്ത് വീഡിയോ കോളിലൂടെ തന്റെ ശരീരത്തിൻ്റെതാകുന്ന നഗ്നഭാഗങ്ങൾ മുഴുവനും പരപുരുഷന്മാർക്ക് കാണിക്കാൻ തയ്യാറായി നിൽക്കുന്ന മുസ്ലിം സഹോദരി മറിയം ബീവിയുടെ ചരിത്രമാണ് നീ പഠിക്കേണ്ടത്. അവരുടെ ജീവിതമാണ് നീ ഉൾക്കൊള്ളേണ്ടത്. അന്യരാകുന്ന പരപുരുഷന്റെ മുന്നിൽ തന്റേതാകുന്ന പ്രൊഫൈൽ പിക്ചർ ഇട്ടത് മാത്രമല്ല, തന്റെ മാറിടം, തന്റെ നഗ്നമാക്കപ്പെട്ട യോനി ഭാഗം, തന്റെ ശരീരത്തിന്റെ ഉടയാടുകൾ വസ്ത്രം മാറ്റി പരിപൂർണമായ നഗ്നത കാണിച്ച് അവന്റെ മുന്നിൽ വലിയ താല്പര്യത്തോടുകൂടി നിലകൊള്ളുന്ന മുസ്ലിം അംഗമാർ അധികരിച്ച കാലഘട്ടമല്ലേ. പ്രവാസ ലോകത്ത് പൊരുവയലത്ത് നിനക്ക് വേണ്ടി അരച്ചാണ് വര നിറയ്ക്കാൻ വേണ്ടി, മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ സ്നേഹം മറന്ന്, പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയുടെ സ്നേഹം മറന്ന് ദുനിയാവിൽ അടിച്ചു പൊളിക്കുന്ന ഭർത്താക്കന്മാരെ, ഭാര്യമാരെ ഖേദിക്കണേ. നമുക്ക് ഏറ്റവും വലിയ ഉപമയായി അള്ളാഹു പറഞ്ഞത് ബീവി മറിയമാണ്. ആദരവായ പ്രവാചകൻ അതുകൊണ്ട് തന്നെ പറയുകയാണ്, നാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല 3 സ്ത്രീകളെയാണ് എനിക്ക് നാളെ വിവാഹം ചെയ്തു തരുക. സവ്വജനി അല്ലാഹു ഫിൽ ജന്ന സലാസതു മർആ. 3 സ്ത്രീകളെ എനിക്ക് നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു വിവാഹം ചെയ്തു തരും. ഒന്ന് ആസിയ ബീവിയാണ്. ശത്രുക്കളുടെ ശല്യം കൊണ്ട് വല്ലാതെ പൊരുതുമുട്ടി അവസാനം വീരമൃത്യു വരിച്ചതാകുന്ന ബീവി ആസിയ, ഫിർഔനിന്റെ ഭാര്യയാകുന്ന ആസിയെ എനിക്ക് അല്ലാഹു വിവാഹം ചെയ്തു തരും. സംശുദ്ധമായ ജീവിതം നയിച്ചവരാണവർ. രണ്ടാമത്തത് ഉഖ്തു മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹോദരിയാണ്. തീർന്നില്ല. മൂന്നാമതായി റസൂലുള്ളാഹി പറയുകയാണ്, അല്ല, ഈ ഹദീസിന്റെ ആദ്യത്തിൽ തന്നെ റസൂലുള്ളാഹി പറഞ്ഞ പേര് ഇമ്രാനിന്റെ മകള്, പലസ്തീനിലെ ഖതീബിന്റെ മോള്, ഇമ്രാനിന്റെ പൊന്നുമോള്, ബഹുമാനപ്പെട്ടതാകുന്ന ഇമ്രാനിന്റെ പൊന്നുമോള് ബീവി മറിയം എനിക്കുള്ളതാകുന്ന പെണ്ണാണ്. എനിക്ക് നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു വിവാഹം ചെയ്തു തരുന്ന മകളെയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതിനുവേണ്ടിയല്ലേ മുസ്ലിമേ നമ്മൾ ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ മുത്തുനബിയുടെ തൃക്കല്യാണത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കണേ അല്ലാ. ആരാണ് പെണ്ണെന്ന് പഠിച്ചു വെക്കണേ. പെണ്ണ് ബീവി മറിയമാണ്, പെണ്ണ് ബീവി ആസിയാണ്, പെണ്ണ് ബീവി ഹാറൂനിന്റേതാകുന്ന സഹോദരിയാണ്. ഇത് പരിശുദ്ധ പ്രവാചകന്റെ അധ്യാപനമാ. എന്തുകൊണ്ടാണ്? ദുനിയാവിൽ സംശുദ്ധമാകുന്ന ജീവിതം നയിച്ചപ്പോ പരിശുദ്ധ പ്രവാചകന്റെ കല്യാണം, അതും ദുനിയാവിലെ കല്യാണം പോലെയല്ല, സ്വർഗത്തിലെ കല്യാണം. എല്ലാ വിശ്വാസികളും, എല്ലാ അവിശ്വാസികളും, എല്ലാ നിരീശ്വരവാദികളും, എല്ലാ യുക്തിവാദികളും, ലോകത്തിലുള്ള സർവരും നോക്കി നിൽക്കേ റസൂലുള്ളാഹിയുടെ കല്യാണത്തിന്റെ മാമാങ്കമാണ്. അതിൽ പങ്കെടുക്കാത്തവരില്ല, അതിൽ പങ്കെടുക്കാത്ത വിശ്വാസികളില്ല. അത്രയേറെ മനോഹരമാകുന്ന കല്യാണം. അതിൽ വരുന്ന പുതിയ പെണ്ണ് ആരാണ്? അതിൽ വരുന്ന പുതിയ
പെണ്ണാരാണ്? ജീവിതത്തിൽ അന്യരാകുന്ന പരപുരുഷന്മാർക്ക് മുന്നിൽ ശരീരത്തിന്റെ നഗ്നകൾ പരിപൂർണമായി മറച്ചു നടന്ന പെണ്ണാണ്. പരിപൂർണമായി മറച്ചു എന്ന് മാത്രമല്ല, ഒരന്യ പുരുഷന്റെ നിഴൽവട്ടം കണ്ടപ്പോ നിന്നെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചതാകുന്ന പെണ്ണാണ് ബീവി മറിയം റളിയല്ലാഹു അൻഹാ. അല്ലാഹ് അവരെയാണ് വിവാഹം ചെയ്തു കൊടുക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നീട്ടുന്നില്ല, ഈ സദസ്സ് ഇൻഷാ അല്ലാഹ് പിരിയാണ്. വേഗം തന്നെ നിസ്കരിക്കണം, അതിനുശേഷം ഇൻഷാ അല്ലാഹ് ദുആ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ഈ സദസ്സിലുള്ളവരൊക്കെ ഒരു സ്വലാത്ത് ചൊല്ലിക്ക്. എല്ലാവരും സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലിയ സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ലാ. ആദരവായ പ്രവാചകരുടെ തിരുചാരത്തേക്ക് ഈ സ്വലാത്ത് സലാമിനെ ഈ നിമിഷം തന്നെ എത്തിക്കണേ അല്ലാ. ആ പ്രവാചകരുടെ തിരുക്കല്യാണത്തിൽ ഞങ്ങളേവരെയും നീ ഉൾക്കൊള്ളിക്കണേ അല്ലാ. ഈ മുക്കുന്നം ബനാത്തിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാർക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറിയം ബീവി നയിച്ചതുപോലെയുള്ള സംശുദ്ധമായ ജീവിതം നയിച്ചാൽ നിനക്ക് ആഖിറത്തിൽ സ്വർഗ്ഗത്തിൽ കഴിയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് അവരുടെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ഗുണപാഠം.